എങ്ങനെയാണ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വിൻഡോസ് സിസ്റ്റത്തിൽ വെർച്വൽ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ഉബുണ്ടു OS ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ഉബുണ്ടുയുടെ OS ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഫോർ ദാറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഉബുണ്ടു എൻ്റർപ്രൈസ് ഓപ്പൺ സോഴ്സ് ആൻഡ് ലിനക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദ ഫസ്റ്റ് ലിങ്ക്. ആൻഡ് അതിൽ മുകളിലായിട്ട് ഗെറ്റ് ഉബുണ്ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ദ ലേറ്റസ്റ്റ് വേർഷൻ അവിടെ കാണും. ഒരു സംതിങ് ലൈക്ക് ഗ്രീൻ കളർ സ്ക്രീനിൽ കാണിച്ച പോലെ. സോ അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓർ സ്പീഡ്. സോ ആ സമയത്ത് ഗോയിങ് ടു ഇൻസ്റ്റാൾ ദ VMware ഓർ ദ VMware പ്ലെയർ ഫോർ ദ വെർച്വൽ തിങ്സ്. സോ ഇതുപോലെ തന്നെ ഗൂഗിളിൽ ജസ്റ്റ് ക്രോമിൽ VMware പ്ലേ സ്റ്റേഷൻ ഓർ വർക്ക് സ്റ്റേഷൻ എന്നടിക്കുക, വർക്ക് സ്റ്റേഷൻ പ്ലെയർ എന്നടിക്കുക. സോ അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ വർക്ക് സ്റ്റേഷൻ പ്ലെയർ ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ഡൗൺലോഡ് നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ യു ക്യാൻ സീ VMwareഉം ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം ഡൗൺലോഡ്സിൽ പോയിട്ട് ഫസ്റ്റ് നമുക്ക് VMware ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ VMwareൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. സോ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇറ്റ്സ് റണ്ണിങ്. ആൻഡ് അതിൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻസ് എഗ്രി ചെയ്യുക. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതൊക്കെ എഗ്രി ചെയ്യുക. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ ഇൻസ്റ്റാൾ ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. സോ ദ VMware ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർച്ചിൽ പോയതിന് ശേഷം VMware എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ആപ്പ് കാണിക്കും. സോ അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. സോ ഇങ്ങനൊരു ഓപ്ഷൻ കാണും. ഇതിലിപ്പോൾ ഉബുണ്ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഹോമിൻ്റെ താഴെയായിട്ട് കാണാം. അത് ഞാൻ ഓൾറെഡി മുന്നേ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതാണ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ഹോം എന്ന് മാത്രമേ കാണിക്കുള്ളൂ. സോ ഇതിൽ നമുക്കിനി നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഉബുണ്ടുയുടെ OS ഇനീഷ്യലൈസ് ചെയ്യണം. സോ അതിനായിട്ട് ക്രിയേറ്റ് എ ന്യൂ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഐ വിൽ ഇൻസ്റ്റാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിന് മുകളിലായിട്ട് ഇൻസ്റ്റാളർ ഇമേജ് ഫയൽ എന്ന് കാണും. അതായത് ഇതാണ് നമ്മൾ മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഉബുണ്ടുവിൻ്റെ OS ഫയൽ. സോ അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് ഓപ്ഷനിൽ ഡൗൺലോഡ്സിൽ നമ്മൾ മുന്നേ ഡൗൺലോഡ് ചെയ്ത ഉബുണ്ടു ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ പ്രസ് ചെയ്യുക. സോ അതവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളോട് ഫുൾ നെയിം, യൂസർ നെയിം, പാസ്വേഡ് ദാറ്റ് പാസ്വേഡ് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഉബുണ്ടു സിസ്റ്റം, അതായത് നിങ്ങൾ വെർച്വലി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഉബുണ്ടു സിസ്റ്റം, ഇപ്പോൾ ഈ ഉബുണ്ടു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന യൂസർ നെയിം ആൻഡ് ദ അഡ്മിൻ നെയിമാണ് ആൻഡ് പാസ്വേഡ് ഓൾസോ. സോ അത് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഉബുണ്ടു ആൻഡ് ബാക്കി യൂസർ നെയിം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്ന വെർച്വൽ മെഷീനുള്ള നെയിമാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഉബുണ്ടുവോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ പേര് കൊടുക്കാം. ആൻഡ് ലൊക്കേഷൻ എവിടേക്കാണ് പോകേണ്ടത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങളുടെ ഡിസ്ക് കപ്പാസിറ്റി. അതായത് നിങ്ങളുടെ ഡിസ്ക് മെമ്മറി ഇപ്പം 1 TB ആണെങ്കിൽ അതിൽ ആ ഒരു ഇതിലേക്കല്ല ഇൻസ്റ്റാൾ ആവുക. നിങ്ങളിവിടെ എത്ര കപ്പാസിറ്റിയാണോ സെലക്ട് ചെയ്യുന്ന ആ കപ്പാസിറ്റി മാത്രമേ ഈ OS ഈ ഇമേജ് ഫയൽ യൂസ് ചെയ്യുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് ഡീഫാൾട്ടായിട്ട് ഇപ്പോൾ 20 GB ആണ് അവർ റെക്കമെൻഡഡ് ഡിസ്ക് മെമ്മറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അല്ല അതിന് കൂടുതൽ വേണമെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സിസ്റ്റം. ഓക്കെ, സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ജസ്റ്റ് 20 GB തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വേർഷൻ, ലൊക്കേഷൻ, നെയിം എല്ലാം കാണാം. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾക്ക് മെമ്മറി ആൻഡ് ദ റാം ഒക്കെ അസൈൻ ചെയ്യുന്ന സെക്ഷൻ വരുന്നത്. സോ ഇതിൽ റെക്കമെൻഡഡ് റാം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 GB ആണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് കിട്ടും. ചെറിയ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ആക്ച്വലി 2 GB റാം തന്നെ മതി. സോ റെക്കമെൻഡഡ് അറ്റ്ലീസ്റ്റ് 2 GB വേണം. സോ 1 GB ഒക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ 2 GB റാം അസൈൻ ചെയ്യുന്നു. ശേഷം കണ്ടിന്യൂ ചെയ്യുന്നു ആൻഡ് ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. സോ ദാറ്റ് നിങ്ങൾക്ക് കാണാം ദ VMware പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ VMware ഓപ്പൺ ആയി. സോ ഇവിടെ നിങ്ങൾക്ക് ലിനക്സ് ഇൻസ്റ്റാൾ ആകുന്നത് കാണാം. ജസ്റ്റ് ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയും കീബോർഡിൽ. സോ ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആകുന്നതായിട്ട് കാണാം. ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമുക്ക് ഉബുണ്ടു നോർമലി നമ്മളൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓപ്പണായി വന്നു.
സോ ഇതിൽ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനും ആൻഡ് കീബോർഡ് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് നോർമൽ ഇൻസ്റ്റാളേഷൻ ആണോ അതോ മിനിമൽ ഇൻസ്റ്റാളേഷൻ ചോദിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് നോർമൽ ഇൻസ്റ്റാളേഷൻ കൊടുത്താൽ മതി. ആൻഡ് ഗോ ഫോർ ഇറ്റ്, കണ്ടിന്യൂ. സോ ആൻഡ് ഇൻസ്റ്റാളേഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡിസ്ക് ഇറൈസ് ചെയ്തിട്ടാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സംതിങ് എൽസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിലിപ്പം നിങ്ങൾ വെർച്വൽ മെഷീനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം ഇറൈസ് ഡിസ്ക് കൊടുത്താലും നിങ്ങളുടെ മറ്റേ ഡിസ്കിനെ ബാധിക്കില്ല. സോ ഇറൈസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് കണ്ടിന്യൂ ദ ഇൻസ്റ്റാളേഷൻ. ഇത് മേ ബി കുറച്ച് ടൈം എടുക്കും, നിങ്ങളുടെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ടൈം എടുക്കും. സോ ഓക്കെ, വെയിറ്റ് ഫോർ ഇറ്റ്. ഹിയർ ഉബുണ്ടു ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പറ്റും. ആൻഡ് ഇതിനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ മേലെ ആയിട്ടൊരു ബട്ടൺ കാണാം, പോസ് ഓർ സംതിങ്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആകും. അല്ലെങ്കിൽ VMware തന്നെ ക്ലോസ് ചെയ്താലും ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും. സോ ഇതാണ് ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ വീഡിയോ. സോ ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.